ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള രാവിലത്തെ വ്യൂ ആണ്. രാവിലെ ഒരു 7 മണിക്കായപ്പോഴുള്ളൊരു വ്യൂ ആണ്. നല്ല അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഒരു 8 മണി 8:45 നമ്മുടെ കോടയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ വീഡിയോ വെറുതെ കണ്ടപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇന്നലത്തെ റിസോർട്ടിൽ പോയ പോലെ തന്നെ ഈ റിസോർട്ടിലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ രാവിലെ ബ്രഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. നമ്മുടെ അടുത്ത് തന്നെ വേറെ കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു. അവർ നേരത്തെ ഫുഡ് കഴിച്ച് അവർ പൂളിലേക്ക് പോയി. അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സേമിയ, ഉപ്പുമാവ്, പുട്ട്, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ്, ജാം, കോഫി, പിന്നെ ചായ വേണ്ടവർക്ക് ചായ, അങ്ങനെ കുറേ ഐറ്റംസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും ആശ അവിടെ നിന്ന് വെറുതെ അവിടെ കുറേ വ്യൂവും കുറേ അരുവികളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടി അവിടെ നിന്ന് കുറച്ച് ചെറിയൊരു വാക്കിങ്ങിനായിട്ട് ഇറങ്ങി. നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഇവിടുത്തെ വ്യൂ എനിക്ക് മറ്റേ റിസോർട്ടിനെക്കാട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവിടുത്തെയാണ്. അപ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആ പാറയും ഇങ്ങനെ ഞങ്ങളിരുന്നു. വല്ലാണ്ട് വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം വഴുക്കലുണ്ടായിരുന്നു, മഴയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ തന്നെ ഷട്ടിൽ കളിക്കുന്നവർക്ക് ഷട്ടിൽ കളിക്കാം, പിന്നെ ക്യാരംസ്, ചെസ്സ്, അങ്ങനെ കുറേ പ്ലേ ഗെയിംസ് നമുക്ക് അവിടെ ഇരുന്ന് കളിക്കാം. അപ്പോൾ ആശയും ഷെരീഫും കൂടി ക്യാരംസ് കളിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഞങ്ങളവിടെ വെറുതെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ബാക്കിൽ എന്ന് പറയുന്നത് അരുവി പുഴേൻ്റെ വ്യൂ ആണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ റിസോർട്ട്. പിന്നെ കളിക്കാനായിട്ട് ഊഞ്ഞാലുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മുടെ റിസോർട്ടിലേക്ക് പോണ വഴിക്ക് ചാമ്പക്ക ഉണ്ടായിരുന്നു, മറ്റേ വലിയ ചാമ്പക്കില്ലേ, അങ്ങനത്തെ ചാമ്പക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആശി ഇങ്ങനെ ചാമ്പക്കൊക്കെ പൊട്ടിച്ച് തന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അത് ഇരുന്ന് കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ, പേരയ്ക്ക, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഏറ്റവും താഴെയാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ താമസിക്കുന്ന റിസോർട്ട് വരുന്നത് മുകളിലേക്കാണ്. അപ്പം ഞങ്ങൾ നടന്നിട്ടാണ് ഇറങ്ങിയത്. ഇറങ്ങി വരാൻ സുഖമായിരുന്നു, തിരിച്ച് പോകാൻ കുറേ ബുദ്ധിമുട്ടി, കാരണം നല്ലൊരു കുന്ന് പോലെ നല്ല ഹൈറ്റിലാണ് നമ്മൾ റിസോർട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ വ്യൂ. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിസോർട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ അവിടുത്തെ സ്റ്റേ തീർന്നു. നമ്മൾ അടുത്ത പരിപാടിക്ക് പോവുകയാണ്. പോണ വഴിക്ക് നല്ല അടിപൊളി നമ്മുടെ നാട്ടിലത്തെ മലപ്പുറം മിഠായി എന്ന് പറയും. ഞാനൊക്കെ മലപ്പുറം മിഠായി എന്ന് പറയുക. അവരെന്താ പറഞ്ഞത് ശർക്കര മിഠായി, മലപ്പുറംകാർ ശർക്കര മിഠായിയാണ് പറയുക. ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം മിഠായി എന്നാണ് പറയുക. അതുണ്ടാക്കണത് കണ്ടപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങി. നല്ല ചൂടോടുക്കനെ കൂടിയാണ് വാങ്ങിയത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചൂടായിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിരുന്ന് കാറിൽ നിന്നിരുന്ന് കഴിച്ചു. പിന്നെ പോണ വഴിക്ക് നല്ല ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് അരിനെല്ലിക്ക ഉപ്പിലിട്ടതും പിന്നെ നെല്ലിക്ക പുഴുങ്ങി തേനിൽ ഉപ്പിലിട്ട് വെച്ചേക്കണേ, അപ്പോൾ അതും ഞങ്ങൾ വാങ്ങി. പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ അവിടെ ഉണ്ടായിരുന്നു മുളയരി പായസം. അവിടെ മുളയരി പായസവും പിന്നെ പാലട പ്രഥമനുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 പായസവും ഞങ്ങൾ വാങ്ങി കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഉപ്പിലിട്ട ഐറ്റംസ് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ നിന്ന് കഴിക്കണമെന്നില്ല, കാണുമ്പോൾ തന്നെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് കാണും. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചാമ്പയ്ക്ക, നെല്ലിക്ക, അരിനെല്ലിക്ക, ക്യാരറ്റ്, പൈനാപ്പിള്, പിന്നെ മുളക്, കുറേ ഐറ്റംസ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അരിനെല്ലിക്കും നെല്ലിക്കയാണ് വാങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തത് ട്രക്കിങ്ങിനാണ് പോയത്. ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ഊര് എന്ന് പറഞ്ഞൊരു വലിയൊരു ട്രൈബൽ ഹില്ലുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ ആദിവാസികളൊക്കെ ഒരു താമസിക്കുന്ന വൈബാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മളെ കാറിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം പോകാനൊക്കെ പറ്റും, പക്ഷേ നമ്മളങ്ങനെ കാറ് വിടില്ല. അവിടെ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ട്രക്കിങ് പോലെ. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ജീപ്പിൽ കയറി ഇങ്ങനെ പോവാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ വില്ലേജ് ഇങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ പോയി അവിടെ എത്തി. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ, കാരണം ഒരു പഴയൊരു ആംബിയൻസ്, നല്ല ഹട്ടും കുഞ്ഞു കുഞ്ഞു ഹട്ടുകൾ ഉണ്ടാക്കി, നല്ല വഴിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു കാർട്ടൂൺ വൈബ് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ വീഡിയോസും റീൽസും ഫോട്ടോസും അങ്ങനെ കുറേ എടുത്തു. പിന്നെ പോയപ്പോഴാണ് ആദിവാസികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു അവിടെ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. നല്ല രസമാണ്. അവരെന്നെ പാട്ട് പാടി, അവരെന്നെ കൊട്ടി സ്റ്റെപ്പ് ഇട്ട് കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറേ ടൂറിസ്റ്റുകൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരും അവരുടെ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ അവിടെ തന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട്, നമ്മുടെ നാട്ടിലുള്ള ഈ
നാരങ്ങ മിഠായി അങ്ങനത്തെ കുറേ ഷോപ്പുകൾ, കുറേ ഈ പ്രതിമകളുടെ പോലെ വിൽക്കണത്, പിന്നെ മരുന്നുകൾ, അങ്ങനത്തെ കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെയും ഈ മുളയരി പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിച്ചില്ല, കാരണം അത്യാവശ്യം വയറ് ഫില്ലായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. കുറേ നേരം നമുക്ക് എത്ര നിന്നാലും അങ്ങനെ മടുക്കില്ല. ചൂട് അങ്ങനെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് വയ്യാണ്ടായി വിഷ് ചെയ്യണോ അങ്ങനൊന്നും തോന്നിയില്ല. നല്ല അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്കിങ്ങനെ ഓരോ ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റിൻ്റെ നമ്പർ എത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീപ്പ് വന്നിട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പം തന്നെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും കുറേ നേരം വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് നമ്മുടെ വണ്ടി വന്നു. അപ്പം നമ്മുടെ ജീപ്പിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് തന്നെ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. നല്ല അത്യാവശ്യം നല്ല ട്രക്കിംഗ് ആയിരുന്നു. കുറേ കുലുക്കും, നല്ല സ്പീഡിലാണ് അവർ പോവുക. പിന്നെ റോഡിൻ്റെ കല്ലും കൂട്ടും പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോവുക. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ വീണ്ടും കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി അവർക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. കുറേ ഫുഡൊന്നും ഇട്ട് കൊടുത്തില്ല. കുറേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീത്തിക്കായിരിക്കും പിന്നെ ചാട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ വെറുതെ ചായയും കടിയും കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാനാണെങ്കിൽ ചായ അങ്ങനെ അധികം കുടിക്കില്ല. അപ്പോൾ ആശും ഷെരീഫ്ക്കും പോയിട്ട് സ്നാക്സ് ഐറ്റംസ് ആയിട്ട് കുറേ വാങ്ങിക്കൊണ്ടുവന്നു. ഈ പഴംപൊരി, ഉള്ളിവട, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കാറിലൊക്കെ ഇരുന്ന് കഴിച്ചിട്ടാണ് പോണത്. അവിടെ നിർത്തി കഴിക്കാനോ ഒന്നും നിന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോയത്. ഇപ്പോൾ തന്നെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിനി നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോണത്. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ നേരെ ഫസ്റ്റ് നമ്മൾ ഷെരീഫ് ഖാൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ നിന്ന് ഞങ്ങളുടെ വണ്ടി എടുത്തിട്ട് നേരെ ഒരുമിച്ച് പോയിട്ട് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഷെരീഫ് ഖാൻ്റെ വീടെത്തി വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ അവിടെ മലപ്പുറത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം തന്നെ ഏകദേശം രാത്രി 12 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോന്നു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മൾ ഏത് അടിപൊളി സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ നല്ല വൈബാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് നല്ല അടിപൊളിയാവും. അപ്പോൾ ഇവരെന്ന് പറയുന്നത് നല്ല അടിപൊളി ഫാമിലി ആയിരുന്നു കേട്ടോ. എല്ലാത്തിനും ചാടിക്കയറി നമുക്ക് പോവാമെന്ന് പറയുന്ന ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വയനാട് ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.